കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ഡോക്ടർ ശശി തരൂർ പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹങ്ങൾ യാദൃശ്ചിക ഗോസിപ്പല്ല. അത് കോൺഗ്രസിന്റെ ആന്തരിക അഴുക്കിന്റെ രാഷ്ട്രീയ ലക്ഷണമാണ്. കഴിവിനെയും ജനപ്രീതിയെയും ഭയക്കുന്ന ഒരു നേതൃത്വത്തിന്റെ പ്രതിഫലനം. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ രാജ്യാന്തര പ്രശസ്തിയുള്ള കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ ശശി തരൂരിനെ രാഹുൽ ഗാന്ധി അവഗണിച്ചത് വെറും പ്രോട്ടോകോൾ പിഴവല്ല, അത് ബോധപൂർവമായ രാഷ്ട്രീയ അവഹേളനമാണ്. പിന്നാലെ ഡൽഹിയിൽ നടന്ന നിർണായക തെരഞ്ഞെടുപ്പ് തന്ത്രയോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിന്നതോടെ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി പരസ്യമായി. കോൺഗ്രസിന് ഇന്നും അതേ പഴയ രോഗം തന്നെയാണ്. യോഗ്യതയുള്ളവരെ പാർട്ടി തള്ളും, ചുമട്ട് തൊഴിലാളികളെ തലയിൽ കയറ്റിവെക്കും. ശശി തരൂരിനെ പോലൊരു നേതാവിനെ നഷ്ടപ്പെടുന്നത് വെറും ഒരു എംപിയെ നഷ്ടപ്പെടുന്നതല്ല. കേരളത്തിലെ നഗര മധ്യവർഗം, യുവാക്കൾ, പ്രൊഫഷണലുകൾ, അന്താരാഷ്ട്ര കാഴ്ചപ്പാടുള്ള വോട്ടർമാർ ഇവയെല്ലാം ചേർന്ന ഒരു വലിയ രാഷ്ട്രീയ ഇടം കോൺഗ്രസ് സ്വന്തം കൈകൊണ്ട് ഇടതുപക്ഷത്തിന് തള്ളിക്കൊടുക്കുകയാണ്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും നിയന്ത്രിക്കുന്ന അടഞ്ഞ വട്ടത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം പാർട്ടിയെ ഒരു ക്ലോസ്ഡ് ക്ലബായി മാറ്റുകയാണ്. പുറത്തുനിന്നുള്ള ബുദ്ധിയും സ്വതന്ത്ര ചിന്തയും അവിടെ അനാവശ്യമാണ്. ചോദ്യമുയർത്തുന്നവർ വേണ്ട എന്നതാണ് പുതിയ കോൺഗ്രസ് രാഷ്ട്രീയം. യോഗ്യരായവരെ കോൺഗ്രസ് പുറത്താക്കുന്നു എന്ന സന്ദേശം ഇതിലും വ്യക്തമായി ജനങ്ങളിലേക്ക് എത്താനാവില്ല. സ്വന്തം പാർട്ടിയിലെ ഏറ്റവും പ്രാപ്തനായ നേതാവിനെ സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് കേരളം ഭരിക്കുമെന്നത് പരിഹാസമാണ്. ഇടതുപക്ഷത്തേക്ക് തരൂർ നീങ്ങിയാൽ അത് LDFന് രാഷ്ട്രീയ നേട്ടമാകുമെങ്കിലും അതിന് വഴിയൊരുക്കിയത് കോൺഗ്രസിന്റെ അഹങ്കാരവും അസൂയയും തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ ചോദ്യമുയർത്തിയ അതിഥി തൊഴിലാളിയുടെ വായ മൂടിക്കെട്ടുന്നതിന് സമാനമായ ഒരു ഇൻസിഡന്റ് നമ്മൾ കണ്ടതാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് പകരം തരൂർ ആയിരുന്നെങ്കിൽ ആ ചോദ്യം തടഞ്ഞ കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ആദ്യം തടയുമായിരുന്നു. അതിനുള്ള വിവേകമോ ബുദ്ധിയോ കടുത്ത രാഷ്ട്രീയ കുടുംബ പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധി കാണിച്ചില്ല എന്നതും എടുത്തു പറയണം. പിണറായി വിജയന് ശേഷം ഒരു വലിയ ജനകീയ മുഖം തേടുന്ന ഇടതുപക്ഷത്തിന് അന്താരാഷ്ട്ര അംഗീകാരമുള്ള തരൂർ ഒരു മുതൽക്കൂട്ടാണ്. അത് കോൺഗ്രസ് സ്വയം സമ്മാനിക്കുന്നതാണ്. അതേസമയം ഒരിക്കൽ മോദി സ്തുതി പറഞ്ഞ് തരൂരിനെ ആക്രമിച്ച ഇടതുപക്ഷം ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വന്നാൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ കടുത്ത ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ അതിലും വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് കോൺഗ്രസ് എന്നും സ്വന്തം നേതാക്കളെ തന്നെ തകർക്കുന്നു എന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന്റെ ഈ ആന്തരിക കലഹവും അധികാരലോലമായ നേതൃ സംസ്കാരവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിവെച്ചേക്കും. ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് നീങ്ങിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പത്തിന് തന്നെ കാരണമാകും. ശശി തരൂരിനെ പോലൊരു നേതാവ് മുന്നണി മാറുന്നത് ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് കേരളത്തിലെ വോട്ട് സമവാക്യങ്ങളുടെ പൊളിച്ചെഴുത്താകും. UDFനെ സംബന്ധിച്ചിടത്തോളം തരൂരിന്റെ വിടവാങ്ങൽ നികത്താനാവാത്ത നഷ്ടമാണ്. തരൂർ പോകുന്നത് UDFന് അനുകൂലമായ മധ്യവർഗ വോട്ടുകളുടെ ചോർച്ചയ്ക്ക് വഴിവെക്കും. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖലയെയും വികസനത്തെയും തരൂർ പുകഴ്ത്തിയത് ഇപ്പോൾ LDF ആയുധമാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തന്ത്രമാണ് LDF ഇവിടെ പയറ്റുന്നത്. TP രാമകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് തരൂർ തന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിയാൽ സ്വീകരിക്കുമെന്നാണ്. അതായത് പഴയ മോദി സ്തുതി ഉപേക്ഷിക്കുകയും ഇടതുപക്ഷ നയങ്ങൾ അംഗീകരിക്കുകയും വേണമെന്ന നിബന്ധനയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെയും മറ്റും ശശി തരൂർ അനുകൂലിച്ചപ്പോൾ അദ്ദേഹത്തെ BJP ഏജന്റ് എന്നും കോൺഗ്രസിനുള്ളിലെ സംഘി എന്നും ആക്ഷേപിച്ചത് ഇടതുപക്ഷമാണ്. പ്രവർത്തക സമിതിയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തവർ അദ്ദേഹത്തെ ഇടതു മുന്നണിയിൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചോദ്യമാണ്. ശശി തരൂർ ഇടതു മുന്നണിയുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയെന്ന് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. എങ്കിലും കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിന് മുൻപായി കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ദുബായിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വലയത്തിൽപ്പെട്ട വ്യവസായിയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നതെന്നാണ് പ്രചരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കാലം മുതൽ കോൺഗ്രസ് നേതൃത്വവുമായി പ്രകടമായ ഭിന്നതയിലായിരുന്ന ശശി തരൂർ
വയനാട് നടന്ന നേതൃക്യാമ്പിൽ വെച്ചാണ് രമ്യ തീയിലായത്. യോജിച്ചു പോകുമെന്ന് തരൂർ തന്നെയാണ് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ ഈ മാസം 19-ന് കൊച്ചിയിൽ വെച്ച് നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ അവഗണന നേരിട്ടു എന്ന വികാരത്തിലുള്ള തരൂർ വീണ്ടും കോൺഗ്രസുമായി തെറ്റി. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ ബോധപൂർവം അവഗണിക്കുന്നു എന്ന പരാതി തരൂർ ക്യാമ്പിനുണ്ട്. രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിട്ടും തരൂരിന്റെ പേര് പരാമർശിക്കാതിരുന്നത് വലിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ നേമം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് താൽപര്യപ്പെടുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നില്ല. ശശി തരൂർ പോകുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. കോൺഗ്രസ് സ്വയം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്.